ഹലോ, വെൽക്കം ഫ്രണ്ട്സ്. ഇന്ന് എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു വേലിച്ചീരയെന്ന് പറയും, സിലോൺ ചീരയെന്ന് പറയും, പ്രഷർ ചീരയെന്ന്, അങ്ങനെ പല പല പേരുകളിൽ പല സ്ഥലത്ത് അറിയുന്നുണ്ട്. പക്ഷേ ഞങ്ങളിവിടെ പറയണത് മധുരച്ചീര എന്നാണ്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാമായിരിക്കും. ഒരു കറിവേപ്പിലയുടെ ഇല പോലെ ഇരിക്കും. പക്ഷേ ഇത് വേലിയിലാണ് കൂടുതലും ഇങ്ങനെ ആളുകൾ പടർത്തി അങ്ങ് കാട് പോലെ വിട്ടേക്കും. ഇതാണ് ഇല. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ്, വെച്ച് നോക്കുക. ഞാൻ പറയണത് പോലെ നമുക്കാദ്യം അതിനെ ഇറുത്തെടുത്ത് ഉപ്പിട്ട് വെള്ളത്തിൽ കഴുകുക. ഉപ്പിട്ട് കഴുകണം. അതിൻ്റെ അഴുക്കുകളും പുഴുവൊക്കെ ഉണ്ടെങ്കിൽ, ചിലപ്പോൾ റോഡ് സൈഡാണെങ്കിൽ പൊടി കാണും. അപ്പോൾ നല്ലവണ്ണം വാഷ് ചെയ്യണം. 2-3 വെള്ളത്തിൽ ഉപ്പിട്ട് കഴുകി ഒരരിപ്പയിൽ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതെല്ലാം കൂടെ ഇങ്ങനെ കയ്യിൽ ഒതുങ്ങി അകത്തിങ്ങനെ നല്ലവണ്ണം സ്ക്വീസ് ചെയ്തിട്ട് അകത്തിങ്ങനെ ഉള്ളം കയ്യിൽ വെച്ച് ഇങ്ങനെ നല്ല ഇറുക്കി വെച്ചിട്ട് എല്ലാം കൂടെ കൂട്ടി വെച്ച് അരിയണം. നേർത്തതായിട്ട് അരിയണം. അല്ല ഇതിങ്ങനെ കറക്കി കറക്കി എല്ലായിടത്തുനിന്ന് എടുത്ത് അല്ലെങ്കിൽ അതിൽ മുഴുവൻ ഇല ഇടയിലിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൈ വെച്ച് അതെല്ലാം എടുത്ത് അരിയുക. ഇതിനി ഇങ്ങനെ ഒന്നുകൂടെ അരിയും. അപ്പോഴേ നല്ല ചെറുതായിട്ട് കിട്ടും. നല്ല വേകാനുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒത്തിരി ചെറുതായിട്ട് അരിഞ്ഞാലേ വെന്ത് കിട്ടുള്ളൂ. നല്ല ഔഷധ ഗുണമുള്ളതാണ്. മൾട്ടി വിറ്റാമിൻ എന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്ക് അരപ്പിനുള്ളതെടുക്കാം. അരപ്പ് ഒരു അര തേങ്ങയും, ഒരു തേങ്ങയുടെ അര മുറിയും, പിന്നെ ജീരകവും, ഒരു 3 ചെറിയ ഉള്ളിയും, ഒരു 3-4 വെളുത്തുള്ളിയും, 2 പച്ചമുളകും ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. അപ്പോൾ ഇത്രയും ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സിയിൽ തോരന് ചതയ്ക്കുന്നത് പോലെ ചതച്ചെടുക്കാം. ഇനി നമുക്ക് ആ അരപ്പെടുത്ത് ഈ ചീരയിലോട്ടിട്ട് നല്ലവണ്ണം അത് നല്ല പുരട്ടിയെടുക്കണം. ഇലയിൽ നല്ലവണ്ണം ഉപ്പും കൂടെ ഇട്ട് നല്ലവണ്ണം പുരട്ടി കൈ കൊണ്ട് നല്ല തിരുമ്മി പിടിപ്പിക്കണം. തിരുമ്മി പിടിപ്പിക്കുക എന്ന് തന്നെ പറയും. അതിൻ്റെ തേങ്ങയുടെ എണ്ണയെല്ലാം ഇലയിലോട്ട് വന്ന് നല്ല സെപ്പറേറ്റഡ് ആകും ഇല. അപ്പോഴേ നമുക്കിത് തോർത്തി എടുക്കാൻ നല്ല ഇത് വരുള്ളൂ. അങ്ങനെ നല്ലവണ്ണം പിടിപ്പിക്കുക. നല്ല തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അതൊരു മൂട വെച്ച് മൂടുക. എന്നിട്ട് ചട്ടി അടുപ്പി വെച്ച് എണ്ണ ഒഴിച്ചു, കടുകിട്ടു, ചെറിയ ഉള്ളി ഇട്ടു. ഇനി വേണമെങ്കിൽ നമുക്ക് കറിവേപ്പില ഇട്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ചീര ഇടാം.
നമുക്ക് ഇത് അതിലിട്ട് മൊത്തത്തിൽ ഇട്ടിട്ട് അതിനെ ഇളക്കി നല്ലവണ്ണം ഇളക്കണം. കൈ അവിടെ നിന്ന് മാറിയാൽ അത് മൂട്ടിൽ പിടിക്കും. അപ്പോൾ നല്ലവണ്ണം ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇനി നമുക്ക് അത് ഒന്ന് മൂടി വേവിക്കാം. ഒരു 5 മിനിറ്റ് മീഡിയം തീയിൽ വെച്ചാൽ മതി. തീയിൽ വെച്ച് മൂടി വേവിക്കണം. എന്നിട്ട് ഒരു 3 മുട്ട ഞാൻ തട്ടി ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് ഇതിലോട്ടൊഴിച്ച് ഒരു നുള്ളു ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് നല്ലവണ്ണം ചിക്കി തോർത്തിയെടുക്കണം. നല്ല ഗുണമുള്ളതാണ്. എല്ലാവരും കഴിച്ചു നോക്കണം. നല്ല ടേസ്റ്റാണ്. ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്നെ പ്രോത്സാഹിപ്പിക്കണം. എല്ലാ പ്രേക്ഷകരോടും കൂടി ഞാൻ പറയുകയാണ്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അതുവരേക്കും നമസ്കാരം.